ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനക്കോട്ടകൾ കെട്ടിവെക്കാറുണ്ട്. ഒരുപാട് അഭിലാഷങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട്. നമ്മളുടെ കഴിവിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അത് സക്സസ് ആകാതെ നിൽക്കുന്നവരുണ്ട്. പരാജയങ്ങൾ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വിജയസാധ്യത വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എത്രയോ കാലങ്ങളായി ഭർത്താവിനെ കാത്തിരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഇണകൾ തമ്മിൽ പിരിഞ്ഞവർ ഒന്നു ചേരാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു ദിവസങ്ങളെപ്പറ്റി ആലോചിക്കാറുണ്ടാവും. അതുപോലെ തന്നെ വിദേശത്തിൽ നിന്നും സ്വദേശത്തിലേക്ക് വരാൻ മോഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഒരു സ്വപ്ന ഭവനം പണിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും. ഒരു ദൂരയാത്ര എത്രയോ കാലമായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ കലാമേഖലയിൽ നമ്മൾ തിളങ്ങി വരുന്ന ഒരു കാലം സ്വപ്നം കണ്ടിരിക്കുന്നവരുണ്ടാവും. ഒരു സ്വന്തമായിട്ടൊരു ഭവനം യഥാർത്ഥമാക്കുവാനും സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒരു ഇണയെ തിരഞ്ഞെടുത്ത് അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ടാവും. പ്രണയിക്കുന്നവർക്ക് ആ മോഹങ്ങൾ പൂവണിയുവാൻ വേണ്ടി ചെയ്യുന്ന ചില ദിവസങ്ങളുണ്ടാവും. ചില ഗണങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമുണ്ടാവും. അങ്ങനെയുള്ള കുറേ ദിവസങ്ങളുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾക്ക് വരികയാണെങ്കിൽ അത് സ്വപ്നതുല്യപരമായിട്ടൊരു ദിവസമായി തീരും എന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ചില ദിവസത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 5, 6, 7 ഓഗസ്റ്റ് 5, 6, 7 തീയതികളിൽ മകീരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്രക്കാർക്കാണ് പറയുന്നത്. ഈ 5, 6, 7 ദിവസങ്ങൾ ഇവർക്ക് ഇപ്പോൾ കണ്ടകശനി, മിഥുനക്കൂറുകാരുടെ കാര്യം പറയുന്നത്. കണ്ടകശനി, കണ്ടക വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ ബുദ്ധിമുട്ടോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. തൊഴിൽ മന്ദതയുണ്ടാവും, ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം 1, 2, 3 ദിവസങ്ങൾ നമ്മൾക്കൊരു ശുഭഫലപരമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തായാലും എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ ആഘോഷിക്കും, അല്ലെങ്കിൽ സന്തോഷിക്കും, മനസ്സിന് സുഖം കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. എത്രയോ ദിവസങ്ങൾ നമ്മൾ അശുഭ ദിവസങ്ങളായി കടന്നു പോവുകയും ചില ദിവസങ്ങൾ നമ്മൾ അറിയാതെ വന്നു പോവുകയും ചെയ്യും. ചിലപ്പോൾ ആ ദിവസം നന്നായി ഇരിക്കുകയാണെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെയുള്ള ദിവസത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. 5, 6, 7 തീയതികളിൽ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഈ കഷ്ടകാലത്തിൻ്റെ ഇടയിൽ ഒരു ശുഭഫലം വരിക എന്ന് വെച്ച് പറഞ്ഞാൽ ആ കഷ്ടകാലത്തിനനുസരിച്ചുള്ള ശുഭഫലങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നല്ല സമയങ്ങളിൽ ശുഭഫലങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സമയങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സമയത്തെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5, 6, 7 തീയതികളിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ മോഹങ്ങൾക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും നടക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു ഗൃഹോപകരണ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തുക, ഒരു വാഹനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈലോ മറ്റുള്ള ഇലക്ട്രോണിക് സാധനങ്ങളോ സ്വന്തമാക്കുക, പുതിയത്, അല്ലെങ്കിൽ പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കുക, വസ്ത്രങ്ങൾ വാങ്ങിക്കുക. അങ്ങനെ നമ്മൾക്ക് മനസ്സിന് സുഖം തരുന്ന എല്ലാ കാര്യങ്ങളും, മോഹങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ, ഇംഗിതങ്ങൾ പറയാനുണ്ടെങ്കിൽ, കേസ് വഴക്കുകൾ നടക്കുകയാണെങ്കിൽ, അതെല്ലാം ഉചിതപരമായിട്ട് തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാണെങ്കിൽ, വിധി നിശ്ചയിക്കുന്ന ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ദിവസം അനുകൂലപരമായി വരും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. പ്രതികൂലമായി വരണമെങ്കിൽ എതിർ ദിശയിലുള്ള ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയ്ക്കും ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് നക്ഷത്രപ്രകാരം അവർക്ക് പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാറ്റിയുള്ള ശുഭഫലങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഗുണദോഷ മിശ്രപരമായിട്ട് പോകും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവർക്കും നല്ലൊരു സമയമാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ദോഷമല്ല ഗുണമല്ലാത്ത മിതമായിട്ടുള്ള ദിവസമാണെങ്കിലും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. നല്ല ഫലങ്ങൾ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്